ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ട്രിങ്കോമാലി ഹാർബർ ശ്രീലങ്കയുടെ കിഴക്കായി സ്ഥിതി ചെയ്യുന്ന ഈ തുറമുഖ പട്ടണത്തിന് വലിയൊരു പ്രത്യേകതയുണ്ട്. ഇന്ന് ഈ ഭൂമിയിലുള്ളതിൽ വെച്ച് നാച്ചുറലി ഏറ്റവും വലിപ്പം കൂടിയ ഹാർബർ ഏരിയയാണ് ട്രിങ്കോമാലി. ഏഷ്യയിലെ 1ാമത്തെയും ലോകത്തിലെ 3ാമത്തെയും സ്ഥാനക്കാരൻ. തീരത്തോട് ഏറ്റവും അടുത്തും ആഴമേറിയ കടലുള്ളതുകൊണ്ട് തന്നെ എത്ര വലിയ കപ്പലുകൾക്കും വരാനെളുപ്പം. അതുകൂടാതെ ഭൂമിയിലെ ഏറ്റവും വലിയ ജീവികളുടെ ഇഷ്ട വിനോദ കേന്ദ്രം കൂടിയാണ് ഈ ഹാർബർ ഏരിയ. അതെ, ലോകത്തിൻ്റെ ഭീകരൻ തിമിംഗലങ്ങളുടെ ആവാസ കേന്ദ്രം. ആ ആഴങ്ങളിലേക്ക് തിമിംഗലങ്ങളെ തേടി ഒരുമിച്ചൊരു യാത്ര പോകാൻ നിങ്ങൾ തയ്യാറാണോ? ബോട്ട് മറിഞ്ഞ് ആഴങ്ങളിലേക്ക് പോയില്ല എങ്കിൽ തിരിച്ചു വരാൻ പറ്റുന്ന ഒരു സാഹസിക യാത്രയിലേക്ക്. വീഡിയോയ്ക്ക് ഒരു ലൈക്ക് മറക്കല്ലേ. ഹായ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും പുതിയ എപ്പിസോഡിലേക്കും പുത്തൻ കാഴ്ചകളിലോട്ടൊക്കെ ഉണ്ടല്ലോ സ്വാഗതമുണ്ട്. ഞാൻ എന്തായാലും നല്ല സൂപ്പർ എക്സൈറ്റഡ് ആണ് കേട്ടോ. ഇങ്ങനെയൊരു ചാൻസ് നമുക്ക് കിട്ടുമെന്നുള്ളത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല. വാ, ഞാൻ ഇപ്പം രാവിലെ തന്നെ അങ്ങോട്ടേക്ക് നടക്കുകയാണ്. ഈ ഒരു യാത്ര നമുക്ക് വേണ്ടി അറേഞ്ച് ചെയ്തു തന്നിട്ടുള്ളത് ബ്ലൂ വാട്ടർ സ്പോർട്സ് എന്ന് പറയുന്ന ഇന്ന് ഈ ട്രിങ്കോമാലിയിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാവിധ വാട്ടർ ആക്ടിവിറ്റികളും ചെയ്തു തരുന്ന ഈ കമ്പനിയാണ്. വർഷങ്ങളായിട്ട് ഈ ഒരു മേഖലയിലേക്ക് വരുന്ന 10,000-കണക്കിന് ടൂറിസ്റ്റുകൾക്ക് ഏറ്റവും നല്ല സേവനം ചെയ്തു കൊടുത്തതിൻ്റെ റിവ്യൂകൾ ഗൂഗിളിൽ വായിച്ചതിന് ശേഷമാണ് ഞാൻ ഇവരുമായി ബന്ധപ്പെടുന്നത്. സ്കൂബ ഡൈവും സ്നോർക്കലിങ്ങും സ്കീ ജെറ്റ് ബോട്ടിങ്ങും ബനാന ബോട്ടിങ്ങും ഡോൾഫിൻ വാച്ചും വെയിൽ വാച്ചും പീജിയോൺ ഐലൻഡ് വിസിറ്റും അതുകൂടാതെ സ്കൂബ ഡൈവേഴ്സിനുള്ള ട്രെയിനിങ്ങും ഇൻ്റർനാഷണൽ ലൈസൻസും വരെ ഇവരെടുത്ത് കൊടുക്കുന്നു. ട്രിങ്കോമാലിയിൽ വരുന്ന നിങ്ങൾക്കും ഇവരെ ആ ഒരു ആക്ടിവിറ്റികൾക്ക് വേണ്ടിയെല്ലാം കോൺടാക്ട് ചെയ്യാം. ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാനിതാ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നമ്മൾ നിൽക്കുന്ന ഹോട്ടലിൽ നിന്നുണ്ടല്ലോ ജസ്റ്റ് ഇതാ ഞാൻ മെയിൻ റോഡിലോട്ട് വന്നു. ഇവിടെ നിന്ന് ജസ്റ്റ് ഒരു 600 മീറ്റർ 700 മീറ്റർ ആ ഒരു ബീച്ചൊക്കെ ഇല്ലേ, ആ ഒരു ബീച്ചിനോട് ചേർന്ന് തന്നെയാണ് കേട്ടോ ഇവരുടെ ഓഫീസുള്ളത്. എന്നോട് പറഞ്ഞതുണ്ടല്ലോ 6 മണിയാകുമ്പോഴത്തേക്കും അവരുടെ ഓഫീസിൻ്റെ ഫ്രണ്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്. അവിടെ നിന്നും ഗ്രൂപ്പ് ഉണ്ടാവുമായിരിക്കണം. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ജോയിൻ ചെയ്യാം. വാ, എന്താണ് എങ്ങനെയാണ് ഈ സംഭവം എന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാമല്ലോ. ഐ എം എക്സൈറ്റഡ്. എൻ്റെ തിമിംഗലമേ, ഞാനിതാ വരുന്നു. നമ്മുടെ ട്രിങ്കോമാലി ബീച്ച് പരിസരം ഇതാ രാവിലെ തന്നെ ആക്റ്റീവായിട്ടുണ്ട്. ഇന്ന് എന്തോ പ്രോഗ്രാം ഉണ്ടെന്ന് തോന്നുന്നു. അവിടെ നിന്ന് കുറച്ചൊരു പാട്ട് പരിപാടിയൊക്കെ കേൾക്കുന്നുണ്ട്. സൂര്യൻ ഉദിച്ചിട്ടില്ല കേട്ടോ. സൂര്യൻ ഇന്നിപ്പോൾ ഉദിച്ചാലും ഇന്നലത്തെ അത്രയും കാർമേഘമില്ല. ഞാൻ ഉണ്ടല്ലോ ഷൂ ഇട്ടില്ല, പകരം വള്ളിച്ചെരുപ്പാണ് ഇട്ടത്. എന്തായാലും വെള്ളത്തിൻ്റെ ഭാഗത്തോട്ടല്ല പോകുന്നത്, അതുകൊണ്ടാണ് കേട്ടോ ഷൂ എടുക്കാത്തത്. ബാഗ് എടുത്തു. ബാഗിൻ്റെ അകത്ത് നമ്മളുടെ ക്യാമറയുടെ റീചാർജിങ് സാധനങ്ങളും ഫോണിൻ്റെ ഇതും പിന്നെ പവർ ബാങ്കും അങ്ങനെ കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. യെസ്, ഫൈനലി നമ്മൾ ഇതാ അവരുടെ ഓഫീസിൻ്റെ അങ്ങോട്ടേക്ക് എത്തി. ബ്ലൂ വാട്ടർ സ്പോർട്സ്. കൊള്ളാലോ. ഫ്രണ്ടിൽ തന്നെ ഒരു സ്പീഡ് ബോട്ടൊക്കെ ആണ് മേലെ കയറ്റി വെച്ചേക്കുന്നത്. അപ്പം ഇവരുടെ ആക്ടിവിറ്റികൾ ഇതാ ഇതിൻ്റെ അകത്ത് ഒരുപാട് ആക്ടിവിറ്റികളുണ്ട്. ഇതെല്ലാം ഇവരിവിടെ ചെയ്യുന്നതാണ്. 6 മണിയാകുമ്പോൾ എന്നോട് ഇവിടെ വരാൻ പറഞ്ഞു, പക്ഷേ ആരും കാണാനില്ലല്ലോ. ഇതിൻ്റെ ബാക്കത്തെ സൈഡിൽ കൂടി തന്നെ ഉണ്ടല്ലോ എന്നോട് ഇവരുടെ ബീച്ചിലേക്ക് ചെല്ലാൻ പറഞ്ഞ്. പ്രൈവറ്റ് ബീച്ചൊക്കെ സ്വന്തമായിട്ടുണ്ടല്ലേ. യെസ്, അവിടെ ഉണ്ടല്ലോ ഓൾറെഡി കുറച്ച് ആളുകൾ വന്ന് നിൽപ്പുണ്ട്. അവർ പോകാനുള്ള തയ്യാറെടുപ്പുകളും മറ്റുമൊക്കെയാണ്. ഗുഡ് മോർണിംഗ്. യെസ്, ഇതാണ് കേട്ടോ ഇവരുടെ ഒരുപാട് ബോട്ടുകൾ. ഇതിലാരെയാണോ ഞാൻ വിളിച്ചത്, ആരും ഞാൻ നേരിട്ട് കണ്ട് പരിചയമില്ല. അവർക്ക് കുറേ ബോട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ആദ്യം തന്നെ ഉണ്ടല്ലോ ഈ ഒരു ബോട്ട് തള്ളി നമ്മൾ വെള്ളത്തിലോട്ട് ഇറക്കുന്നൊരു പരിപാടിയുണ്ട്. വാ, നമുക്ക് തള്ളാം. വണ്ടി തള്ളുന്ന പോലെ ബോട്ട് തള്ളാം. ഒന്നല്ല 2 ബോട്ട് മറക്കുന്നുണ്ട് കേട്ടോ. ബോട്ട് തള്ളി ഇതാ അങ്ങോട്ടേക്ക് എത്തിക്കുന്ന സമയത്ത് അത് അങ്ങ് ദൂരെ നിന്നും നമ്മളുടെ സൂര്യൻ പതുക്കെ നമ്മളെ എത്തി നോക്കാൻ തുടങ്ങിയിട്ടുണ്ട്. സൂര്യോദയമാണ് കേട്ടോ. അണ്ണാ നിങ്ങളാ இந்த போட்டு கைடு இன்னைக்கு டிரைவர் ஓகே. எவ்வளோ போட்டு போகிறேன்? 2 போட்டு போறியா? 2 போட்டு. அந்த போட்டு இந்த போட்டு ஓகே. எத்தனை பேர் இருக்கு இன்னைக்கு? இந்த போட்டு 6 பேர். இந்த போட்டு இருக்குது 6 பேர் വരും. அப்படியா? ഓക്കെ. ഇവർ ഇതിനകത്തുണ്ടല്ലോ എണ്ണ കാര്യങ്ങളൊക്കെ ക്യാരി ചെയ്യുന്നുണ്ട്. കാരണം കുറേ അധികം നേരം നമ്മൾ കടലിലുള്ളതല്ലേ. നമുക്ക് പേരെന്നാ? என் பேர் இளங்கோ. ஓகே. எத்தனை நாள் இது பண்ணிகிட்டே இருக்கு? 4 വർഷമാச்சு. ഇപ്പോൾ സീസൺ പോയിട്ടേ ഇരിക്കാ? ആരംഭിക്കരുത്. ഇദ്ദേഹത്തിനെയാണ് ഞാൻ കോൺടാക്ട് ചെയ്തത്. ഹായ്, വാട്ട്സ് യുവർ നെയിം? My name is Ceylan. ഓക്കെ.
இந்த கம்பெனியில் எத்தனை வருஷமாக பண்ணிகிட்டே இருக்கு? நாங்கள் இப்போ ஒரு 12 வருஷமாக இந்த வாட்டர் ஸ்போர்ட்ஸ், வேல் வாட்சிங், டைவிங் எல்லாமே இருக்கு. இங்கே இருக்கிற ட்ரிங்கோவில் இருக்கிற எல்லா வாட்டர் ஆக்டிவிட்டீஸும் நீங்கள் பண்ணுறது தானே? எல்லா வாட்டர் ஸ்போர்ட்ஸ் ஆக்டிவிட்டீஸும் எங்களோட இடத்துல மட்டும்தான் இருக்குது. ஓ ஓகே. அதனால் இன்னைக்கு வெயில் பார்க்குறதுக்கு லக் இருக்கும் தானே? டெய்லி பார்த்துட்டு இருக்கோம் வேல்ஸ். நேற்று முந்தின நாளெல்லாம் பார்த்துட்டு இருக்கோம். அப்படியா? ஓகே. ஸோ first time I'm going like this activity, so I'm super excited. ഡെഫിനറ്റ്ലി നിങ്ങൾ പാത്തിട്ട് വരലാം. ഓക്കെ. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതാ നമുക്ക് പോകാനുള്ള ടൈം ഏകദേശമായിട്ടുണ്ട്. നമ്മളുടെ രണ്ടാമത്തെ ബോട്ട് കൂടി താഴോട്ടേക്ക് ഇറക്കിയേ. എല്ലാവർക്കും വേണ്ട ഇത് ലൈഫ് ജാക്കറ്റ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതാ നമ്മളുടെ ബോട്ട് റെഡി ആയിട്ടുണ്ട് പോകാനായിട്ട്. ഇനിയിപ്പോൾ നമ്മൾ എല്ലാവരും കൂടി ആദ്യം ഇനിയിപ്പോൾ ഒരു ഗ്രൂപ്പ് കൂടി വരാനുണ്ട്. അപ്പോൾ അവർ ആ ഒരു ബോട്ടിൽ വരും. ഞങ്ങൾ ആദ്യമേ വന്ന ആൾക്കാർ ഈ ഒരു ബോട്ടിൽ വരും. യു ക്യാൻ From Germany. Germany. He also. Yes. What? My son. From Germany. Okay. What's your name? Okay. Your name's Stefan. Okay. Hope today us it's a lucky day. We can watch more whales. ഇവരാണ് രണ്ടുപേര്. നമ്മൾ ടോട്ടൽ ഇന്നേക്ക് എത്ര പേര് എടുക്കും ഇന്ന ബോട്ടിൽ? 4 പേർ, ഉങ്ങളോട് 5 പേർ. 5 പേര്. ഓക്കെ. നമ്മൾ 5 പേരുടെ ഗ്രൂപ്പാണ്. ബാക്കി 2 ആൾക്ക് ഹായ് ഗുഡ് മോർണിംഗ്. യാ വേർ യു ഗൈസ് ഫ്രം? ഇംഗ്ലണ്ട്. ഓക്കെ. നമ്മളെന്തായാലും ഉണ്ടല്ലോ ഇതാ ഐശ്വര്യപൂർവ്വം മുമ്പിലത്തെ സീറ്റ് തന്നെ കിട്ടിയിട്ടുണ്ട്. വാ മുമ്പിലിരുന്നാൽ ആദ്യമേ നമുക്ക് തിമിംഗലത്തെ കാണാം എന്നാണല്ലോ. ഓഫ് നമ്മളുടെ ബോട്ട് നീറ്റിലിറങ്ങി കേട്ടോ. ദൈവമേ എന്തായാലും നല്ലൊരു ലക്കി ഡേ ആവണേ. ബോട്ടുണ്ടല്ലോ ആദ്യമേ ഇറക്കുന്ന സമയത്ത് ആ ഒരു തിര ഇങ്ങനെ വന്നടിക്കുമല്ലോ. തിര ഇങ്ങനെ വന്നടിക്കുമ്പോൾ ഈ ബോട്ട് ഇങ്ങനെ മേലോട്ടേക്ക് ഈ ഒരു തുടക്ക ഭാഗത്ത് അത്യാവശ്യം നല്ല രീതിയിൽ ഇങ്ങനെ പൊങ്ങുക. പക്ഷേ എങ്കിൽ രാവിലെ ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ടൈഡ് ലോ ആയി കിടക്കുന്ന ടൈമാണ്. വലിയ തിരകൾ ഉണ്ടാവാത്തൊരു ടൈമാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഈ വെയിൽസ് കുറച്ചും കൂടി കടലിൻ്റെ ഉൾഭാഗത്താണ് ഉണ്ടാവുക. അപ്പോൾ ഉൾഭാഗം ലക്ഷ്യമാക്കി മുന്നോട്ടേക്ക് പോവുക. ഈ ഒരു ഭാഗത്തുണ്ടല്ലോ ഈ കടലിൽ നിന്ന് ഇങ്ങനെ വലയിട്ടിട്ട് കടൽ തീരത്തുനിന്ന് മീൻ പിടിക്കുന്ന പരിപാടിയില്ലേ, ആ ഒരു പരിപാടിയുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ആ ഒരു വല വലിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാം. പതുക്കെ ബോട്ടിന് സ്പീഡ് കൂടി വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്തുണ്ടല്ലോ ഞാനൊരു തോണി കാണിച്ചു തരാവേ. ഈ ഒരു സാധനം കണ്ടെങ്കിൽ ചെറിയ തോണിയാണ്, പക്ഷെ അതിൻ്റെ ബാലൻസിങ്ങിന് വേണ്ടിയിട്ട് അവർ അതിൻ്റെ ഇപ്പറെ വേറൊരു കൊമ്പ് കൂടി ഇങ്ങനെ വെച്ചിട്ട് എന്തൊരു പേര് പറയുമല്ലോ, നമ്മുടെ സബീൽ ബ്രോ ഒരു പേര് പറയുന്നുണ്ടായിരുന്നു. ആ ഒരു തോണി ഇങ്ങനെയാണ് കേട്ടോ. ഞങ്ങൾ മുമ്പിലിരുന്നപ്പോൾ ഉണ്ടല്ലോ വെയിറ്റ് ബാലൻസ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കണം. അപ്പം എനിക്ക് വെയിറ്റ് കുറച്ച് കുറവാണ്. അപ്പം എന്നെ ഇങ്ങോട്ടേക്ക് എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഉണ്ടല്ലോ ശരിക്കും നമ്മൾ വണ്ടർലയിലൊക്കെ പോകുന്ന ആ ഒരു ഫൺ റൈഡില്ലേ, ഇങ്ങനെ ചാടിയുള്ള ആ ഒരു രീതി ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ബോട്ടിൻ്റെ സ്പീഡ് കൂടി കൂടുമ്പോഴത്തേക്കും ഇതുണ്ട. പിന്നെ അങ്ങ് ദൂരമായിട്ട് നിങ്ങൾ ഐലൻഡ് കാണുന്നുണ്ടോ? അവിടെ ആ ഒരു ഐലൻഡിനോട് ചേർന്നുണ്ടല്ലോ ഒരു ഷിപ്പുണ്ട്. പക്ഷെ ഈ ചാട്ടത്തിനിടയ്ക്ക് ആ ഷിപ്പിനെ ഫോക്കസ് ചെയ്യുന്നത് കുറച്ച് പാടാണ്. അതുണ്ടല്ലോ ഏകദേശം ഒരു 3.5 മണിക്കൂറോളം നീളുന്ന ഒരു യാത്രയാണ് കേട്ടോ നമ്മളുടെ ഇന്നത്തേത്. നമ്മൾ കുറേ ഉള്ളിലേക്ക് വന്നു. അപ്പോഴത്തേക്കും അവിടെയായിട്ട് നമ്മളെപ്പോലെ തന്നെ ഈ ഒരു വാച്ചിങ്ങിനായിട്ട് വന്ന മറ്റു ടൂറിസ്റ്റുകളുടെ ബോട്ടുകൾ നമുക്ക് കാണാം പലതുമേ. അവരിവിടെ ഇങ്ങനെ ചുറ്റിപ്പറ്റി കറങ്ങുന്നുണ്ട്. സംതിങ് ഫിഷിങ്. നമ്മളെ ബോട്ടൊന്ന് സ്ലോ ആക്കി അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് വീക്ഷിച്ചു. ഇവിടെ എന്താണ് കണ്ടിട്ടുള്ളതെന്നുള്ളത് അറിയില്ല. ഒരുപാട് ആളുകൾ വട്ടം കൂടി നിൽക്കണമെങ്കിൽ എന്തെങ്കിലും ഉണ്ടാവണമല്ലോ. നമ്മൾ ഈ കാട്ടിലൂടെ സഫാരിയൊക്കെ പോകുമ്പോൾ അങ്ങനെയല്ലോ, ഒരു സ്ഥലത്ത് ഒരു സാധനത്തിന് സ്പോട്ട് ചെയ്ത് ഓരോരുത്തർ അങ്ങോട്ട് വിളിച്ച് പറയും ഇവിടെ സാധനം വന്നിട്ടുണ്ടെന്ന്. അങ്ങനെയാണ്. പിന്നെ ഉണ്ടല്ലോ നിങ്ങളൊരു കാര്യം പ്രത്യേകം ചിന്തിക്കുക. നമ്മളിപ്പം മേളിൽ ശാന്തമായി കാണുന്ന ഈ ഒരു കടലിൻ്റെ അടിയിൽ ഈ ഒരു ഭൂമിയിലെ തന്നെ ഏറ്റവും ഭീകരനായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും വലിയ ജീവി നീന്തി തുടിക്കുന്നുണ്ട് കേട്ടോ. ഇനി അങ്ങോട്ടേക്ക് നമ്മളുടെ കണ്ണും കാതും നമ്മൾ കൂർപ്പിച്ച് ഏത് നിമിഷവും ഇവിടെയും എന്ത് സംഭവിക്കാന്നുള്ള രീതിയിൽ നോക്കിയിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ജാഗരൂകരായി ഇരുന്നെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനെ സ്പോട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് അവിടെ നിന്ന് അവരെല്ലാം നോക്കുന്നുണ്ട്. അവിടെ നിന്ന് ആ ഒരു ബോട്ടിൽ അവർ വിളിച്ച് അങ്ങോട്ടേക്ക് ചെല്ലാൻ പറഞ്ഞിട്ട്
അപ്പം അങ്ങ് മുമ്പിൽ ഒരെണ്ണം പാഞ്ഞു പോകുന്നുണ്ടോ, അതിന് മുമ്പിൽ ഓടി പിടിക്കുന്നുണ്ട്. സംതിങ് എന്തോ ഉണ്ട് സാധനം ഉണ്ട് കേട്ടോ. റെഡിയോ നമ്മളെ മാത്രമല്ല ഇതുണ്ടാ ഇത്രയും ചാട്ടം ചാടുവേ പോട്ടെ. പക്ഷെ അത്രയ്ക്ക് വലിയൊരു പ്രശ്നമുള്ള ചാട്ടമൊന്നുമല്ല, ഒരു രസമുള്ള ചാട്ടമാണ്. അപ്പോൾ എല്ലാവരും കത്തിച്ച് വിടുവാണേ. കാരണം നമുക്കിനിയിപ്പം ഒരെണ്ണത്തിന് സ്പോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ടൈം പാഴാക്കാനില്ല. അപ്പം കത്തിച്ച് വിടണം. അവനൊക്കെ എന്നെ പുക പോന്ന് നോക്കിയിട്ട് എൻ്റെ തകെ രണ്ട് ആൾക്കാരാണ് ഉള്ളത്. അവരങ്ങെത്തി. മഞ്ഞ ബോട്ട് കണ്ടോ, ഒരു മഞ്ഞ ബോട്ടിൻ്റെ അവിടെ നിന്ന് എന്തോ ഒരു സാധനം ചാടിയിട്ടുണ്ട്. നിങ്ങളൊന്ന് സൂക്ഷിച്ച് നോക്കിക്കോ, ചിലപ്പോൾ എന്തെങ്കിലും ചാടുന്നത് കാണാം. അവിടെ ചാടുന്നുണ്ട് മകനെ. നിങ്ങൾ കണ്ട എന്നോട് പറയണം കേട്ടോ. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് സെർച്ച് ചെയ്യാണ്. ഇതിൻ്റെ അകത്ത് ഈ ഒരു ക്യാമറ നമ്മുടെ ഫോൺ ഹോൾഡ് ചെയ്ത് ഷൂട്ട് ചെയ്ത് പിടിച്ചുകൊണ്ട് ഇതുങ്ങളെ കാണുക എന്ന് പറയുന്നത് ഇച്ചിരി എവിടെ ഇപ്പം അവിടെ നിന്ന് ചാടിയിട്ടുണ്ടായിരുന്നല്ലോ. ഇപ്പം നമ്മൾ നോക്കുന്നത് ഡോൾഫിനാണ് കേട്ടോ. ഡോൾഫിനാണ് അടുത്ത് വന്നിട്ടുള്ളത്. ഈ ഡോൾഫിനുകൾ നിങ്ങൾക്കറിയാമല്ലോ, അതുങ്ങൾ നമ്മൾ ഈ ബോട്ടൊക്കെ വരുമ്പോൾ ശരിക്കും ബോട്ടിൻ്റെ കൂടെയൊക്കെ അങ്ങോട്ട് മത്സരിച്ച് നീന്തുന്ന സ്വഭാവമൊക്കെ നിങ്ങൾക്കുണ്ട്. പിന്നെ വെറുതെ ഒരു രസത്തിന് എടുത്ത് ചാടുക അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവർക്കുണ്ട്. ഞാനുണ്ടല്ലോ അത് ഇവിടെ ഇരുന്നിട്ട് കമൻട്രി പറയുകയാണ്. എപ്പോഴാണ് ചാടുന്നതെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് എപ്പോഴും നോക്കിയിരിക്കണം. എല്ലായിടത്തും നോക്കിയിരിക്കണം. അവിടെ ഉണ്ടല്ലോ, അതാ ആ ഒരു ഭാഗത്ത് കണ്ട, നിങ്ങൾ കണ്ട അതാ അവിടെ ഒരാൾ ചാടുന്നുണ്ട് കേട്ടാ. കിട്ടി മോനെ, കിട്ടി. വീട്ടിലെ ചകൾ അതാ അവിടെ നിന്നൊരു സാധനം ചാടുന്നുണ്ടെങ്കില്. ഡോൾഫിനാണ്, ഡോൾഫിൻ കൂട്ടങ്ങൾ 2 പേരാണ് എന്ന് തോന്നുന്നു. കണ്ട അവൻ ആ ഒരു ബോട്ടിന്റെ കൂടെ നിന്ന് നീന്തുന്നുണ്ടെങ്കിൽ അതാണ് ഇവരുടെ ഒരു പ്രത്യേകത. അതാ ഇവര് രസം. 2 കുറേ എണ്ണമുണ്ട്. അയ്യോ പൊങ്ങിയില്ല, ഇപ്പൊ പൊങ്ങും. അതാ അതുണ്ടെങ്കിൽ നമ്മുടെ ഈ സൈഡിലൊക്കെ ഉണ്ട് കേട്ടോ. It's flying. Oh, ഇത് വലിയൊരു കൂട്ടാണ് കേട്ടോ ഡോൾഫിനുകളുടെ. എല്ലാവരും അപ്പുറേന്ന് ഇപ്പുറേന്നൊക്കെ നിന്ന് നീന്തുന്നുണ്ട്. ഇതാ നമ്മളുടെ കൂടെ തന്നെ. ഞാനുണ്ടല്ലോ ആദ്യമായിട്ടാണ് ഡോൾഫിനെ ഇത്രയും അടുത്ത് കാണുന്നത്. യെസ്. കണ്ട അതാ ഇവിടെ ഒരാൾ പൊങ്ങി. നമ്മളുടെ ഈ ഒരു സൈഡിൽ ഒരാൾ പോകുന്നുണ്ട്. അതൊരു കുഞ്ഞാന്ന് തോന്നുന്നല്ലേ, കുട്ടിയാന്ന് തോന്നുന്നല്ലോ. യെസ്, കുട്ടിയാണ്. ഓക്കെ. ആ ഒരു ഭാഗത്തുണ്ടല്ലോ ഒരു അഭ്യാസിയായിട്ടുള്ളൊരു ഡോൾഫിൻ ഉണ്ട്. അവൻ കുറച്ച് കൂടുതൽ ചാട്ടം ചാടിയിട്ടുണ്ട്. പിന്നെ ഭൂമിയിലുണ്ടല്ലോ മനുഷ്യൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ബുദ്ധിയുള്ള ജീവി, ഈ ഒരു തലച്ചോറിൻ്റെയൊക്കെ വികാസം ഏറ്റവും അധികം സംഭവിച്ചിട്ടുള്ളൊരു ജീവി ഡോൾഫിനാണ് എന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് നമ്മളുമായിട്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും നമുക്ക് അവരെ ട്രെയിൻ ചെയ്യാനൊക്കെ ഭയങ്കര എളുപ്പമാണ്. എല്ലാ ആളുകളും ഭയങ്കര സൂപ്പർ എക്സൈറ്റിംഗ് ആയിട്ട് ഡോൾഫിനുകളെ നോക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ബോട്ടിലുള്ള ആളുകളും ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് എന്തായാലും രാവിലെ തന്നെ എണീറ്റ് വന്നതിൽ ഒരു സന്തോഷമുള്ള കാര്യം ആദ്യം നമ്മൾ കണ്ടു ഡോൾഫിൻ. ഇറ്റ്സ് നൈസ് വൺ റൈറ്റ്. ഇത് നമ്മളുടെ മറ്റേ ബോട്ട് ഇതാണ്ടോ, നമ്മുടെ അതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ 2ാമത്തെ ബോട്ട് നമ്മളുടെ വന്നിട്ടുണ്ട്. ഇവിടുത്തെ ഉണ്ടല്ലോ കടലിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കരയുണ്ടല്ലോ, കരഭാഗം
അവിടെ നിന്നും ഇത് അങ്ങനെ തുടങ്ങിയിട്ട് അതിങ്ങനെ ഒരു റൗണ്ട് അടിച്ച് ഇതുണ്ട് അങ്ങനെ ആ ഒരു ഭാഗം വരെ ഇങ്ങനെ കയറി കിടക്കുന്നുണ്ട്. നിങ്ങൾക്ക് ട്രിങ്കോയുടെ ഒരു ഇത് നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ട്രിങ്കോൻ്റെ അവിടെ കുറച്ച് ഉള്ളിലോട്ട് കയറി കിടക്കുന്ന കടൽ ഭാഗങ്ങൾ കാണാൻ പറ്റും. മേ ബി അതൊക്കെ കൊണ്ട് അങ്ങനെയുള്ള പ്രത്യേകതകളെ കൊണ്ടൊക്കെയാണ് ഇവിടെ ഡോൾഫിനുകളും അതുപോലെ തന്നെ വെയിൽസ് കൂടുതലായിട്ടുണ്ടാകുന്നത്. അവിടെ ആ ഒരു സൂര്യന് അഭിമുഖമായിട്ട് അവിടെ കുറച്ച് ആൾക്കാർ ചാടി കളിക്കുന്നുണ്ട് കേട്ടോ. ആള് നമ്മളുടെ ബോട്ടിനോട് ചേർന്ന് നിന്നാണ് ഇപ്പം നീന്തുന്നത്. പിന്നെ ഉണ്ടല്ലോ ഈ ഡോൾഫിൻ ഇവർ ഒരു സ്ഥലത്ത് മുങ്ങി കഴിഞ്ഞിട്ടുണ്ട്. കുറച്ചും കൂടി അതിൻ്റെ മുൻഭാഗത്ത് നമ്മൾ നോക്കണം. ഓ എങ്കിലാണ് ഇവന്മാരെ കാണാൻ പറ്റുക. കാരണം മുങ്ങി പിന്നെ ഒരൊറ്റ പോക അശു എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ചാടും കേട്ടോ. അതാ ആ ഒരു സൂര്യ വെളിച്ചം ഈ ചാടുന്ന സമയത്ത് അവന്മാരുടെ ഈ ഒരു ദേഹത്ത് തട്ടിയിട്ട് അതിങ്ങനെ തിളങ്ങുവേ. അതൊക്കെ കാണാനായിട്ട് ഭയങ്കര രസമാണ്. ഓ വീണ്ടും ആ 3 പേര് ഒരുമിച്ച് 3 തന്നെയാണ് കേട്ടോ ചാടുന്നത്. ശരിക്കും എൻ്റെ വിചാരം ഈ ബോട്ട് എന്ന് പറയുന്നത് വേറെ വലിയ ഏതോ മീനെന്നായിരിക്കൂലേ അല്ലേ? അതുകൊണ്ടായിരിക്കില്ലേ ഈ ബോട്ട് കാണുമ്പോൾ ഇവർ അടുത്ത് വരുന്നത് ബോട്ടിൻ്റെ അടുത്ത് വർത്താനൊക്കെ പറഞ്ഞ് നീന്താൻ വേണ്ടിയിട്ട്. ബോട്ടാണെങ്കിൽ ഒന്നും മിണ്ടത്തുമില്ല. ഇവിടെ ഉണ്ടല്ലോ ഡോൾഫിനുകൾ പല കൂട്ടങ്ങളുണ്ട് കേട്ടോ. ഇതാ അടുത്ത കൂട്ടം ഇതാ അവിടെ നമ്മൾ സ്പോട്ട് ചെയ്തു. ഈ സ്പോട്ട് ചെയ്യുന്ന സ്ഥലത്തേക്ക് നമ്മൾ ഓടി പിടിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഉണ്ടല്ലോ ഈ ഒരു കടലുണ്ടല്ലോ നിങ്ങൾ അങ്ങ് വിശാലമായി കിടക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ മേലെ കൂടി നോക്കുന്ന സമയത്ത് എന്താണ് ഇപ്പം ഈ തിമിംഗലത്തിനാണെങ്കിൽ തിമിംഗലം ഇതാ ഇവിടെ നിന്ന് കുറേ എണ്ണം ഉണ്ട് കേട്ടോ. ഓ മൈ ഗോഡ് എത്രണ്ണം നൈസ്. അപ്പോൾ ഈ തിമിംഗലത്തിൻ്റെയൊക്കെ ആണെങ്കിൽ അതുങ്ങൾ ചാടുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ചാടുന്ന കണ്ടു കഴിഞ്ഞിട്ടുണ്ട് പിന്നെ എല്ലാവരും കൂടി ആ ഒരു സ്ഥലത്തേക്ക് കാണാൻ വേണ്ടിയുള്ള അറ്റാക്കാണ് കേട്ടോ. ഈ ആടുകൾ മെയ്യുന്ന പോലെ തന്നെ ഇതുണ്ടെങ്കിൽ വലിയൊരു കൂട്ടം ഈ ഒരു മേഖലയിലോട്ട് വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ കണ്ടതിൽ ഏറ്റവും വലിയ കൂട്ടം. ഇവിടെ ഏതോ ഒരു ഭാഗത്ത് ഒരു തിമിംഗലം ചാടിയിട്ടുണ്ടെന്നാണ് കേട്ടോ അവർ പറഞ്ഞത്. ഓ വൗ നമുക്ക് നല്ലൊരു ചാട്ടം കിട്ടിയാട്ടെ ഇപ്പോൾ. കറക്റ്റ് ഫ്രെയിമിൽ വന്ന് ചാടുന്നുണ്ടല്ലോ. വലിയ വള്ളം പിടുത്ത ബോട്ടുകൾ ഇതാ അവിടെ നിന്നും മീനെയൊക്കെ പിടിച്ചിട്ട് തിരിച്ച് കരയിലോട്ട് പോകുന്ന കാഴ്ച നമുക്കിത് ഇവിടെ നിന്ന് കാണാം കേട്ടോ. അപ്പോൾ അവരോടും വിളിച്ച് ചോദിക്കുന്നുണ്ട് എവിടെയെങ്കിലും സ്പോട്ട് ചെയ്ത സ്ഥലങ്ങളുണ്ടോ എന്നുള്ളത്. കാരണം ഇവർ കുറേ അധികം നേരം കടലിലുള്ളതല്ലേ. അതിനുണ്ടല്ലോ ഇവർക്ക് ഒരു ചെറിയ വള്ളങ്ങളും അതിൻ്റെ കൂടെ ബാക്കിൽ കെട്ടിയിട്ട് വലിച്ചിട്ടാണ് കേട്ടോ കൊണ്ടുപോകുന്നത്. എനിക്ക് തോന്നുന്നത് വല വളയ്ക്കാനും അതിനൊക്കെ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്ന വള്ളങ്ങളാണെന്ന് തോന്നുന്നു. അതിൻ്റെ 2 സൈഡിലും പിന്നെ പൊങ്ങി നിൽക്കുന്ന എന്ത് സാധനം അതിൻ്റെ 2 സൈഡിലും പൊങ്ങി നിൽക്കുന്നത് കണ്ടോ നിങ്ങൾ. അതെന്തോ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടി, അതായത് ഈ സാധനം സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണ് എന്ന് തോന്നുന്നു കേട്ടോ. ഫിങ് വെയിൽ. ഓക്കെ, ഈ വെയിൽസിനുണ്ടല്ലോ ശരിക്കും അതുങ്ങളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നതല്ല. അപ്പോൾ ഈ ഓരോ വെയിലുകൾ വരുന്ന ഈ ഒരു മേഖലയിലോട്ട് വരുന്നതിന് പ്രത്യേകമായിട്ടുള്ള മാസങ്ങളും കണക്കുകളൊക്കെ ഉണ്ട്. നിങ്ങൾ പിന്നെ ഇങ്ങനെ ഉഷ്ണ ജലപ്രവാഹം, ശീതജലപ്രവാഹം എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ? ഓരോ നദിയിൽ നിന്നുള്ള ആ ഒരു രീതിയിലുള്ള സാധനം വെള്ളം ഒഴുകി വരുന്ന സമയത്ത് ആ വെള്ളത്തിൽ ഇന്ന ടൈപ്പ് ഓഫ് കൈൻഡ് ഇവർക്ക് തിന്നേണ്ട സാധനങ്ങൾ, അതുകൂടാതെ ഇവരുടെ മേറ്റിങ്ങുമായി ബന്ധപ്പെട്ട സാധനങ്ങൾ, അങ്ങനെ പറഞ്ഞ് കുറേ ശാസ്ത്രീയമായ കാര്യങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട്. പിന്നെ ഈ ഒരു ക്ലൈമറ്റും അതിൻ്റെ പിന്നിലുണ്ട് കേട്ടോ. ഇപ്പോൾ ഉണ്ടല്ലോ ഡോൾഫിനെ നമ്മൾ ഇത്രയും നേരം കണ്ടു കഴിഞ്ഞില്ലേ. അപ്പം എല്ലാവരോടും നമ്മുടെ അണ്ണൻ വന്ന് ചോദിച്ചു നിങ്ങൾ ഡോൾഫിനെ കണ്ടു കഴിഞ്ഞത് മതിയോ, എല്ലാവർക്കും തൃപ്തിയായോ എന്നുള്ളത്. അപ്പം എല്ലാവരും ഓക്കെ കണ്ടു കഴിഞ്ഞാൽ മതി. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് ഉള്ളിലോട്ട് വീണ്ടും പോകാം. അവിടെയാണ് നമ്മളുടെ തിമിംഗലങ്ങളുള്ളതെന്നാണ് കേട്ടോ പറഞ്ഞത്. അങ്ങനെ തിമിംഗലത്തിനെ നോക്കിയിട്ട് നമ്മളുണ്ടല്ലോ വീണ്ടും ശരിക്കും ആഴക്കടലിലോട്ട് കുതിച്ച് പായുവാണ്. ഞാൻ വലിയൊരു റിസ്ക്കാണ് എടുത്തോണ്ടിരിക്കുന്നത്. കാരണം പുറത്തോട്ട് നീട്ടിയിട്ട് എൻ്റെ ഫോണ് ഞാനിതാ ആ ഒരു സ്റ്റിക്കിൽ വെച്ചിട്ട് ആണ് ഈ ചാട്ടത്തിൽ ഞാൻ ഫോണെങ്ങാനും തെറിച്ചു പോയാലുണ്ടല്ലോ അമ്മ പണി പണിപ്പോകും. ഇവിടെ ഉണ്ടല്ലോ മീൻപിടുത്ത ബോട്ടുകളില്ലേ, അത് നമ്മൾ പോകുന്നതിൻ്റെയൊക്കെ ഇരട്ടി വേഗതയിലാണ് കേട്ടോ അവർ പാഞ്ഞു പോകുന്നത്. നമ്മൾ പോകുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഇത് ചാടുന്നുണ്ട്. എന്നിട്ട് അവർ പോകുമ്പോൾ ഉള്ള ചാട്ടം എന്നായിരിക്കും. ഭാഗം ഉണ്ടല്ലോ ഇവിടെ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റാത്തക്ക രീതിയിൽ ചെറിയ പൊട്ട് പോലെ മാത്രം കാണാൻ പറ്റുന്ന രീതിയിലുള്ള അത്രയ്ക്ക് ഉള്ളിലോട്ട് നമ്മൾ വന്നു. ഇവിടെ ഇങ്ങനെ എല്ലാവരും ചുറ്റിനും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ആരെങ്കിലും എവിടുന്നെങ്കിലും ചാടുന്നുണ്ടോ എന്നുള്ളത്. ഇത്രയും വന്ന ബോട്ടുകളുണ്ടല്ലോ, ഇപ്പം ഇവനെ കാണാനായിട്ട് ഇത്രയും ഉള്ളിലോട്ട് വന്നത് നമ്മൾ മാത്രമേ ഉള്ളേ. ബാക്കിയുള്ള ആൾക്കാരെല്ലാം ആ ഒരു സൈഡിൽ നിന്ന് ഡോൾഫിനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്.
അതെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇവർക്ക് നമ്മളെ കാണിച്ചു തരണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടല്ലോ, ആ ഒരു ഇൻറ്റൻറ്റ് തന്നെ വളരെ നല്ലതാണ്. നമ്മൾ ബോട്ടിലുണ്ടല്ലോ എൻജിനൊക്കെ ഓഫാക്കി ഫുള്ള് സൈലൻ്റായി ഇപ്പം ഇങ്ങനെ ഇട്ടേക്കാണ്. ഇനിയിപ്പം ചുറ്റും നോക്കി നിൽക്കുകയാണ് എവിടെ നിന്നെങ്കിലും ഈ സാധനം ചാടുന്നുണ്ടോ എന്നുള്ളത്. പിന്നെ ഇതിനുണ്ടല്ലോ ഏകദേശം ഒരു ഈ സ്ഥലം ഏരിയ ഉണ്ട്, ഇത് നിങ്ങൾ കാണപ്പെടുന്നൊരു മേഖല. ഇവർ ഡെയിലി കൊണ്ടുപോകുന്നതല്ലേ, അപ്പോൾ അങ്ങനെയുള്ളൊരു മേഖലയിൽ ആണിപ്പോൾ നമ്മൾ വന്ന് നിൽക്കുന്നത് കേട്ടോ. എല്ലാവരും ജാഗരൂകരായിട്ട് നോക്കിയിരിക്കുക, ഇപ്പം ചാടും. കുറേയേറെ നേരത്തിന് ശേഷം ഉണ്ടല്ലോ ഞങ്ങൾ ഇതാ ഈ ഒരു കടലിൻ്റെ നടുക്കൊരു ബോട്ടിനെ, മീൻപിടുത്ത ബോട്ടിനെ കണ്ടു കേട്ടോ. അവർ ചൂണ്ടയാണ്, ചൂണ്ടയിട്ടിട്ട് കാത്തിരിക്കുകയാണ്, ചൂണ്ടക്കാരാണ്. ഇവിടെ എത്തിയപ്പോഴത്തേക്ക് കടലിൻ്റെ കളർ ഒരു കുറച്ചും കൂടി ഒരു ഡീപ്പ് ബ്ലൂ അങ്ങനെ ഒരു ടൈപ്പ് കളർ വന്നു പോലെ പെട്ടെന്ന് ഒരു കടലിൻ്റെ കളറൊക്കെ മാറിയൊരു ഫീല്. പിന്നെ ഉണ്ടല്ലോ ഇതിപ്പോൾ രാവിലെ എണീറ്റ് വന്നതുകൊണ്ടാണോ അതോ ഈ കടലിൻ്റെ ഉൾഭാഗത്തേക്ക് വരുന്നത് കൊണ്ടാണോ എന്നറിയില്ല, ഈ ഒരു ചെറിയൊരു ഉറക്കം പോലെ ഒരു മന്തിപ്പ് വരുന്നില്ല, ഒരു മന്തിപ്പ് പോലെ എനിക്ക് ചെറുതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേങ്കിൽ അത് ഓടുന്ന സമയത്ത് മാത്രമേ ഉള്ളൂ, ഇങ്ങനെ നിർത്തിയിടുന്ന സമയത്ത് ആ ഒരു മന്തിപ്പില്ല കേട്ടോ. ഇനിയിപ്പോൾ ഇത് ഈ കടൽ ചൊരുക്ക് എന്ന് പറയുന്ന സാധനത്തിൻ്റെ എന്തെങ്കിലും ഭാഗമായിട്ടുള്ള സാധനമാണോ അതോ ഞാൻ നേരത്തെ കിടന്ന് ഉറങ്ങാണ്ട് രാവിലെ എണീറ്റ് വന്നതിൻ്റെ ആണോ എന്നുള്ളത് ഒന്ന് അറിയാവുന്നവരെന്ന് പറയണം. വേറൊരു ബോട്ട് കൂടി ഇതാ ഇപ്പോൾ നമ്മുടെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. അതിൻ്റെ അകത്തുള്ള ആൾക്കാരുണ്ടല്ലോ ശരിക്കും നീന്താനും കൂടി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അങ്ങനെ ഒരു പരിപാടിയും കൂടി ഇവിടെ ഉണ്ടെന്നുള്ളത് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് ഈ മറ്റേ സ്കൂബയുടെ സാധനങ്ങളൊക്കെ ഇല്ല, അതെല്ലാം ഇട്ടിട്ട് ഈ വെള്ളത്തിൽ ചാടുക, മീനുകൾ കാണുക. പിന്നെ നിങ്ങൾ യൂട്യൂബിലൊക്കെ തപ്പിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ തിമിംഗലത്തിൻ്റെ കൂടെയൊക്കെ ആളുകൾ നീന്തുന്ന അങ്ങനെയുള്ള വീഡിയോകളൊക്കെ. അത് ഇവിടെ നിന്നുള്ളത് ശരിക്കും ഉണ്ടല്ലോ ഈ ഒരു ജൂൺ മാസമൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല രീതിക്ക് തിമിംഗലങ്ങൾ ഈ ഒരു മേഖലയിലേക്ക് വരും. ആ ഒരു സമയത്തൊക്കെ നിങ്ങൾ വരുവാണെങ്കിൽ വെയിൽ വാച്ചിങ്ങിന് പറ്റിയ ഒരു ടൈമാണ് കേട്ടോ. സുസൂക്കിയുടെ എൻജിനാണ് ഇതിൻ്റെ അകത്തുള്ളത്. അതുകൂടെ ഉണ്ടല്ലോ ഇതുണ്ടോ ഇത്രയധികം ഫ്യൂവൽ നമ്മൾ ക്യാരി ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഒരെണ്ണം കണക്ട് ചെയ്തുകൊണ്ട്, അതുകൂടാതെ ഇതാ ഇവിടെ എക്സ്ട്രാ ഒരു ഇതുണ്ട്. അവിടെ കണ്ടെങ്കിൽ ഒരാൾ ചാടിയിട്ടുണ്ട്, ആളവിടെ നിന്ന് നീന്തുന്നുണ്ട്, സ്നോർക്കലിംഗ് ആണ്. അതിൻ്റെ അകത്തൊക്കെ ആളുകൾ വന്നിട്ടുണ്ട്, എല്ലാവരും ചാടാനായിട്ട് സെറ്റപ്പൊക്കെ ചെയ്ത് ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ കാത്തിരിക്കുന്നതിനിടയിലാണ് മറ്റൊരു പ്രശ്നം നമ്മളെ തേടിയെത്തിയത്. ഇംഗ്ലണ്ടിൽ നിന്ന് വന്ന ദമ്പതിമാരായിട്ടുള്ള ആ രണ്ടുപേരിൽ ഒരാൾക്ക് ദേഹാസ്വാസ്ഥ്യം, അതായത് കടൽ ചൊരുക്കിൻ്റെ പ്രശ്നങ്ങളുണ്ടായി. അപ്പം ഞങ്ങൾ പെട്ടെന്ന് തന്നെ തീരത്തേക്ക് വണ്ടി വെച്ചു പിടിച്ചു. അതിനർത്ഥം നിങ്ങളുടെ ഹീറോ തോറ്റെന്നാണോ? തോറ്റുപോയി. ചിലരുടെ ശരിയാവും, ചിലരുടെ ശരിയാവില്ല. എന്റെ ശരിയായില്ല, നിങ്ങളുടെ വേണം ശരിയാകും കേട്ടോ. ഇപ്പൊ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു? നിങ്ങൾ പറഞ്ഞ ഒരു ഏരിയ ഉണ്ടെങ്കിൽ മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തേക്കാൾ ഭയങ്കരമായിരുന്നു. രണ്ട് വെയിലിനെ കണ്ടു, അതും പലപ്പോഴായിട്ട് കണ്ടു. ചില ആഗ്രഹങ്ങൾ മനസ്സുകൊണ്ട് നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ അത് ഒരിക്കലും നമ്മളെ വിട്ടു പോകില്ല, അത് നമ്മളെ തേടി തന്നെ വരും. കഴിഞ്ഞ ദിവസം നമ്മൾ തിമിംഗലത്തെ കാണാനായിട്ട് കടലിലേക്ക് പോയിരുന്നു. പക്ഷേങ്കിൽ നമ്മളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾക്ക് ഹെൽത്ത് ഇഷ്യൂ വന്നുകൊണ്ട് നമുക്ക് തിരിച്ചു വരേണ്ടി വന്നു. അപ്പം എന്താ പറയുക, തിമിംഗലത്തെ കാണാൻ പറ്റാതെ ഈ ട്രിങ്കോമാലിയിൽ നിന്ന്, ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള സാധനമാണ്, പോവേണ്ടി വരുമോ എന്നുള്ള ഒരു സങ്കടത്തിൽ നിൽക്കുന്ന സമയത്ത് ഇന്ന് രാവിലെ നമ്മളുടെ ബ്ലൂ വാട്ടർ സ്പോർട്സിൻ്റെ അവർ വിളിച്ചിട്ട് പറഞ്ഞു, വായോ ഇന്ന് തിമിംഗലത്തെ കാണാൻ ഒരു ചാൻസ് ഉണ്ട്, നിങ്ങളെയും കൂടെ കൂട്ടാൻ ഞങ്ങൾ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു കോള് വന്ന എക്സൈറ്റ്മെൻറ്റിൽ ഞാനിത് അവരുടെ ഓഫീസിലേക്ക് ഓടുകയാണ്. നമ്മളെ കൂട്ടാനുണ്ടല്ലോ ആൾ കാറുമായിട്ട് തന്നെ വന്നു കേട്ടോ. അതാണ് അദ്ദേഹത്തിൻ്റെ വണ്ടി. ഗുഡ് മോർണിംഗ്, ഹൗ ആർ യു? യെസ് എവറിഥിങ് ഗുഡ്. Boat is going to ready now. Yeah, I'm ready and super excited. Yeah, within 5 minutes you can start your whale watching trip. Okay. ഇന്നത്തെ ദിവസം ഞങ്ങൾ രണ്ടാൾക്കാരാണ് കാണാനായിട്ടുള്ളത്. Hi, what's your good name? Laura. Okay, you're from Denmark, right? Yes. Okay, today we have lake, I think. Let's go. Okay, போயிட்டு வரலாம். Good morning. எப்படி இருக்கு? நல்லா இருக்கு. Did you watch whale before? Yes, Where? From where? and Mozambique. Mozambique. Okay, it's more is available there. Is it? Many humpback whales in Mozambique. Is it black whales? Humpback. ഓക്കെ. വെയിൽസിൽ കുറേ ഇത് സാധനങ്ങളുണ്ട്, വെറൈറ്റികളുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ അതിലൊരു വെറൈറ്റി മൊസാംബിക്കിൽ നിന്ന്
ഇദ്ദേഹം കണ്ടിട്ടുണ്ടെന്നാണ് കേട്ടോ പറഞ്ഞത്. ഫോർ മീ ഇറ്റ്സ് ഫസ്റ്റ് ടൈം നമുക്ക്. Yeah, എക്സൈറ്റഡ്, സൂപ്പർ എക്സൈറ്റഡ്, ദാറ്റ്സ് വൈ. നമ്മളെ കുതിച്ചു പാഞ്ഞ് ആ ഒരു വെയിലിനെ സ്പോട്ട് ചെയ്ത ആ ഒരു ലൊക്കേഷനിലേക്ക് പായുകയാണ് കേട്ടോ. ശരിക്കും നമ്മൾ രണ്ടുപേര് മാത്രം ഉള്ളതുകൊണ്ട് കുറച്ചും കൂടി സ്പീഡ് എടുക്കാൻ പറ്റും ബോട്ടിന്. ബോട്ടിൻ്റെ ഫ്രണ്ട് ഭാഗം പൊങ്ങി മേലോട്ടേക്ക് എത്തിയിട്ടുള്ള മീൻ പിടിക്കുന്ന ആളുകളൊക്കെ അവിടെ നിന്ന് കൃത്യമായി മീനൊക്കെ പിടിക്കുന്നുണ്ട് കേട്ടോ. ഈ ബോട്ട് യാത്രയിലുണ്ടല്ലോ ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള മൊമെന്റിലൊന്നെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചാടി ചാടി നമ്മൾ നല്ല സ്പീഡിൽ പോകുന്നതാണ് കേട്ടോ. ഇതാ ഒന്ന് സ്ലോ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഉണ്ടല്ലോ ട്യൂണ, നമ്മളുടെ ചൂരമീനില്ലേ, ചൂരമീൻ തുള്ളുന്നുണ്ടായിരുന്നു, അത് പോയി. ശരിക്കും നമ്മളിപ്പോൾ കിടക്കുന്നുണ്ടല്ലോ ആ ഒരു ബോട്ടും കപ്പൽ നമുക്കത് നിയർ ബൈ ആയിട്ട് കാണാൻ പറ്റും. നിയറല്ല, കുറച്ചധികം ദൂരെയാണ്. ആ ഒരു കപ്പൽ പോർട്ടിലേക്ക് കയറുന്ന പാത്താണ് കേട്ടോ ഇത്. അപ്പം ആ ഒരു കപ്പൽ ചാലോ ഇവിടെ മൊത്തം നല്ല ആഴമുള്ള സ്ഥലമാണ്. ആ ഒരു ഞാൻ ഇന്നലെ പറഞ്ഞില്ലായിരുന്നു ഈ ഒരു കടലിനൊരു കളർ വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഇതാണ് കേട്ടോ. വലിയ ആഴം, ലോകത്തിലെ 3ാമത്തെ ഏറ്റവും ആഴം കൂടിയതും അതുപോലെ തന്നെ ഏഷ്യയിലെ ഏറ്റവും ആഴം കൂടിയതുമായിട്ടുള്ള നാച്ചുറൽ പോർട്ട് റീജിയൻ, അല്ലെങ്കിൽ നാച്ചുറൽ എന്താ പറയുന്നത്, കപ്പലെടുക്കുന്ന സ്ഥലം, ആ ഒരു റീജിയൻ എന്ന് പറയുന്നത് നമ്മളുടെ ട്രിങ്കോയാണ്. ട്രിങ്കോമാലിയുടെ നമ്മളിപ്പോൾ ഈ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഭാഗങ്ങളാണ്. ഇന്നലത്തെ ദിവസം ഉണ്ടല്ലോ കടൽ ഇത്രയും റഫ് ആയിരുന്നില്ല. അതിന് കാരണം ഇന്നലെ നമ്മൾ രാവിലെ വന്നതുകൊണ്ടാണ്. ഇന്നിപ്പോൾ സമയം വന്നിട്ട് ഒരു 9:30 കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു സമയത്താണ് ശരിക്കും ഇപ്പോൾ ഇവിടെ കറങ്ങി കിടക്കുന്ന തിമിംഗലങ്ങളില്ലേ, അവർ പുറത്തിറങ്ങി ഒന്ന് ആകാശത്തിലോട്ടൊക്കെ വെച്ച് മേലോട്ടൊക്കെ വരുന്ന ടൈമേ ശരിക്കും തിമിംഗലം ഉണ്ടല്ലോ അത് ആദ്യമേ ഒന്ന് മുങ്ങി ആദ്യമേ പൊങ്ങി വന്ന് ശ്വാസം എടുത്തിട്ട് ഒരു 15-20 മിനിറ്റ് താഴെ പോയി നീന്തി കളിച്ചിട്ട് വീണ്ടും മേലെ വരും ശ്വാസം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ തിമിംഗലങ്ങൾ എപ്പോഴും നമ്മൾ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ കടലിൻ്റെ മേലെ വരും. അതുകൊണ്ടാണ് തിമിംഗലത്തെ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ. അല്ലാണ്ട് എപ്പോഴും കടലിനടിയിലായിരിക്കില്ല ഈ സാധനം. ശ്വാസം എടുക്കണ അവന് മേലെ വരണം. നമ്മളോട് കൂടി ഒന്ന് നിരീക്ഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇത് ഈ ശ്വാസം വിടുന്ന സമയത്ത് ഈ വെള്ളം ഉണ്ടല്ലോ, വെള്ളം ഇങ്ങനെ മേലോട്ടേക്ക് ഇങ്ങനെ പമ്പ് ചെയ്യും. അപ്പോൾ അങ്ങനെ എവിടെന്നെങ്കിലും തണ്ടി മേലോട്ടേക്ക് വരുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ പറയാനാണ് പറഞ്ഞത്. അപ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് നമ്മൾ കുതിച്ചു പോവുക. നിങ്ങൾ നോക്കിക്കോ, എവിടെയെങ്കിലും അങ്ങനെ വെള്ളം തെറിക്കുന്നുണ്ടോ എന്നുള്ളത് കാണുന്നുണ്ടോ എന്നുള്ളത് സൂക്ഷിച്ച് നോക്കണം കേട്ടോ. എല്ലാവരും നോക്കണം കേട്ടോ, ആകാംക്ഷയോടെ. എല്ലാവരും ഇല്ല, ഞങ്ങൾ രണ്ടുപേരും എവിടെയെങ്കിലും കാണുന്നുണ്ടോ എന്നുള്ളത്. ജസ്റ്റ് മിസ് ആ ഒരു പാലം അവിടെ നമ്മൾ കണ്ടേ. അയ്യോ, ഞാൻ കറക്റ്റ് ഓണാക്കി വന്നപ്പോഴത്തേക്കും അതാ കണ്ടങ്ങള്. ഓ യെസ് ഇവിടെ തിമിംഗലം ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഇല്ല എന്ന് കമൻറ്റിൽ പറഞ്ഞ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെ കാണിക്കാനായിട്ട് തിമിംഗലത്തിൻ്റെ ഒരു വിഷ്വൽ നമുക്കിതാ കിട്ടിയിട്ടുണ്ട്. എൻ്റെ പൊന്നെ, കണ്ടങ്ങള് ഇതാ വെയിൽസ് തിമിംഗലം. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഒരു തിമിംഗലത്തിന് ഇങ്ങനെ നേരിട്ട് കാണുന്നത്. അത് ഇത്ര അടുത്ത്. അവൻ വാല് വെച്ചിട്ട് തള്ളു. എൻ്റെ പൊന്നെ നോക്കിക്കളോ, യെസ് വലുതാണ് കേട്ടോ. ഇതിന് ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ടല്ലോ. ഓ എൻ്റെടോ, അവൻ്റെ മൂക്കൊക്കെ നോക്കിയേ എന്നാ സാധനമാണ്. യെസ് ആ ഇപ്പം പൊങ്ങും കേട്ടോ, അവനെ വീണ്ടും പൊങ്ങും. അവൻ ഇടയ്ക്കിടയ്ക്കേ പൊങ്ങുന്നുണ്ട്. ഓ, ശരിക്കും ഒരു ആനേനെയൊക്കെ കണ്ട ഒരു പ്രതീതിയെ. അവൻ്റെ ആ ഒരു ആനയുടെ പുറം ഭാഗം മാത്രം നമുക്ക് കാണാൻ പറ്റുന്നത് പോലെ തന്നെ. ആ ഓക്കെ, അവൻ കുറച്ച് 2-3 തവണ ശ്വാസം എടുത്തു കഴിഞ്ഞ് ഇനിയിപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് അവൻ മേലോട്ട് പൊങ്ങി വരൂടെ. എന്തായാലും ഉണ്ടല്ലോ, ഇന്നലെ മുതൽ നമ്മൾ നോക്കിയിരിക്കുന്ന സാധനം ഇന്ന് നമുക്ക് കാണാൻ പറ്റിയേ. ഞാൻ പറഞ്ഞു തന്നത് നമ്മുടെ ആനയുടെയൊക്കെ ഒരു മേലത്തെ ഒരു ടൂപ്പ് ഭാഗമില്ലേ, അത്രയും ഭാഗം കാണുന്ന പോലെ ഇപ്പോൾ കാണാൻ പറ്റത്തുള്ളൂ. അതിൻ്റെ മേലാകും ശരിക്കും. ഇപ്പം ഈ ഡൈവിനൊക്കെ ഇറങ്ങുന്ന ആൾക്കാരുണ്ടല്ലോ, ചില ആൾക്കാർ ഇതിങ്ങനെ വരുന്ന സമയത്ത് ഡൈവിന് അതിൻ്റെ കൂടെ ചാടും. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കും. ചിലപ്പോൾ അതിൻ്റെ വയറ്റിൽ പോയെന്നിരിക്കും കേട്ടോ.
ഇപ്പം നമ്മൾ കണ്ടതുണ്ടല്ലോ ശരിക്കും ഫിൻവെയിലാണ്. ഈ വെയിലുകളുടെ കൂട്ടത്തിൽ ചെറിയവനാണ്. ഇവിടെ ശരിക്കും ബ്ലൂ വെയിൽ വരും. ബ്ലൂ വെയിലാണ് ഏറ്റവും ഭീകരൻ. അവന് ശരിക്കും നല്ല രീതിയിൽ മേലോട്ടേക്ക് വെള്ളം പമ്പ് ചെയ്യും കേട്ടോ. അവനെ കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര ജയൻ്റാണ്. അപ്പോൾ അവൻ്റെ സീസൺ ഇപ്പോൾ തുടങ്ങി വരുന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ അവൻ ഇങ്ങോട്ടേക്ക് വരുന്ന സീസണാണ്. പിന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ല എന്തുകൊണ്ട് ഇവർ ഇത്രയും തീരത്തിൻ്റെ അടുത്തേക്ക് വരുന്നു എന്നുള്ളത്. കാരണം ഇത്രയും അടുത്ത് തീരത്തിൻ്റെ അടുത്ത് ഇത്രയും ആഴത്തിൽ ഇവർക്ക് വളരെ സുഖമായിട്ട് നീന്തി കിടക്കാൻ പറ്റുന്ന ഒരു കടൽ മേഖലയാണ് നമ്മൾ ഈ കാണുന്ന ട്രിങ്കോ ബീച്ച് ബേ. ഇതുണ്ട് നമ്മളുടെ പോർട്ട് ആ ഒരു ഭാഗത്ത് അവിടെയാണ് പോർട്ടുള്ളത്. അപ്പോൾ പിന്നെ ഈ ഒരു കരയോട് ചേർന്ന ഭാഗത്ത് എനിക്ക് തോന്നുന്നു ചിലപ്പം ഈ ഒരു ഇതിനുള്ള ഭക്ഷണങ്ങൾ, അതായത് ചെറിയ മീനുകളൊക്കെയാണല്ലോ ഇവരുടെ ഭക്ഷണം. അപ്പോൾ കരയോട് ചേർന്നിട്ട് എന്തെങ്കിലുമൊക്കെ തിന്നാൻ കിട്ടുന്ന സാധനങ്ങളൊക്കെ തപ്പിയാൽ മറ്റേ ചെറിയ മീനുകൾ ഇങ്ങോട്ട് വരുമായിരിക്കും. അപ്പോൾ അതിനെ തപ്പിയിട്ട് ഇതുങ്ങളും വരും. അതുകൊണ്ട് ട്രിങ്കോയിൽ വന്നിട്ടുണ്ടെങ്കിൽ വെയിൽ വാച്ചിങ് മസ്റ്റാണ് കേട്ടോ. അപ്പോൾ വീണ്ടും പൊങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ ബോട്ട് നിർത്തിയതിൻ്റെ നേരെ ബാക്ക് സൈഡിലാണ് അവൻ പൊങ്ങിയത്. നമ്മളിട്ട് കളിപ്പിക്കുക. അതാ അവിടെ നീന്തി പോകുന്നുണ്ടോ അവനെ? യെസ് വീണ്ടും പോയിട്ടുണ്ട്. ശരിക്കും ഉണ്ടല്ലോ ഒരു മുങ്ങിക്കപ്പലൊക്കെ ഇല്ലേ, മുങ്ങിക്കപ്പലിൻ്റെ ഒക്കെ മേൽഭാഗം പോലെ. ചിലപ്പോൾ ഇവനെയൊക്കെ കണ്ടിട്ടായിരിക്കും അല്ലേ മുങ്ങിക്കപ്പലൊക്കെ ഡിസൈൻ ചെയ്തിട്ടുണ്ടാവുക. യെസ് മോനെ, ഞാൻ ചെയ്തതിലുണ്ടല്ലോ ഈ ഒരു ട്രിപ്പിൽ ചെയ്ത ഏറ്റവും വലിയ ഗുണമുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിക്ക് സൂം ചെയ്യാൻ പറ്റുന്ന നല്ല ക്വാളിറ്റിയുള്ള ഒരു ഫോൺ വാങ്ങി എന്നുള്ളതാണ്. അതുകൊണ്ടാണ് എനിക്ക് അവൻ്റെ ഇത് അങ്ങനെ സൂം ചെയ്ത് എനിക്ക് നിങ്ങളെ കാണിച്ചു തരാൻ പറ്റും. അവൻ്റെ വാലൊക്കെ കണ്ട വാലെന്തേ ഇനി പൊങ്ങുമാ? യെസ് കണ്ട അങ്ങനെ വെള്ളം അടിക്കും കേട്ടോ. ശരിക്കും 5 വട്ടമൊക്കെയാണ് ഒരു പൊക്കത്തിൽ അവർ ഇതെടുത്തിട്ട് 5 തവണയൊക്കെ എടുത്തതിന് ശേഷം താഴോട്ടേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ കാണാൻ ഒരുപാട് ചാൻസ് ഉണ്ട് ഇതിന്. യെസ്. ഓ എന്നാ വലിയ മൂക്കാൻ നോക്കി, അതിൻ്റെ ഒരു വാല് തന്നെ വലുതാ. ഓ മൂക്കണ്ടോ നിങ്ങൾ? ഇനി പൊങ്ങുമാ? ഓക്കെ 15 മിനിറ്റ്സ് താനേ. അതൊരു ഇതാണ്, ഉറപ്പാണ് കേട്ടോ. ഇവൻ എന്തായാലും ശ്വാസം എടുക്കണം. വെള്ളമെന്നാ മൂച്ചി കിടക്കാമേ സത്തിടും താനേ, അതിനാൽ അത് തിരിച്ചു വരും എന്തായാലും. അപ്പം ഒരിക്കൽ കണ്ടു കഴിഞ്ഞിട്ടുണ്ട് ഇവന് ആ പരിസരത്ത് എവിടെയെങ്കിലും കാണാൻ പറ്റും എന്നുള്ളത് ഒരു ഉള്ള കാര്യമാണ്. അവനുണ്ടല്ല ഇപ്പോഴത്തെ ടൈമിൽ ആ ഒരു കിളികൾ പറക്കുന്ന ഒരു ഏരിയ ഉണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് പോയാൽ കുറച്ചും കൂടി ദൂരെ ഇപ്പോൾ സീസൺ തുടങ്ങി വരുന്നതുകൊണ്ടാണ് ഇപ്പം ഇതിൻ്റെ എണ്ണം കുറവ്. അല്ലെങ്കിൽ കുറേ എണ്ണങ്ങൾ ഇതുങ്ങളുണ്ടാകുമ്പം എല്ലാ ബോട്ട് വന്നാലേ പലത് അതിൽ ഇതിലൊക്കെ ആയിട്ട് പൊങ്ങും കേട്ടോ. അറ്റ് എ ടൈം നമുക്ക് എന്നാലിപ്പോൾ കുറേ എണ്ണത്തിന് ഇങ്ങനെ കാണാൻ പറ്റും. പിന്നെ ഒരു കാര്യം, ഈ നീലത്തിമിങ്കിലും ഇല്ലേ അതിങ്ങനെ കറങ്ങി വന്നിട്ട് നിങ്ങളിങ്ങനെ വീഡിയോ ഒക്കെ കണ്ടിട്ടില്ലേ മേലോട്ടൊക്കെ ഇങ്ങനെ പൊങ്ങുന്നേ, അതിങ്ങനെ കറങ്ങി വന്ന് പൊങ്ങി ചാടി വരും. ആ ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര രസമാണ്. അതൊരു അത്ഭുതം പോലെയാണെന്നാണ് കേട്ടോ വേണം നമ്മളോട് പറഞ്ഞത്. പിന്നെ ഇതുങ്ങൾ ഈ നീന്തി പോകുമ്പോൾ അതിന് ക്രോസ് വെച്ചിട്ട് ബോട്ട് ഓടിക്കാൻ പാടില്ല. അതിൻ്റെ നേരെ തന്നെ പാരലായിട്ട് വേണം ഓടിച്ചു പോകാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഇത് ബോട്ടിനെ വന്ന് ഹിറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ബോട്ടിൻ്റെ ഈ പങ്കയുടെ മറ്റേ സാധനമൊക്കെ ഇല്ലേ അത് മോട്ടറിൻ്റെ ഇത് പല്ലി ആ ഒരു സാധനമൊക്കെ ഇതുങ്ങൾക്ക് കൊള്ളാനും ഇതുങ്ങൾക്ക് മുറിവ് വെക്കാനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെയുള്ള ബോട്ടുകാരൊക്കെ അതൊക്കെ നോക്കിയിട്ടൊക്കെയാണ് കേട്ടോ ഓടിക്കുന്നത്. ആളിത് അവിടെ പൊങ്ങിയിട്ടുണ്ട്. ആള് കുറേ നമ്മളെ അങ്ങനെ ഇട്ട് കളിപ്പിക്കുകയാണ് കേട്ടോ. അല്ലേ യെസ്. ഇത് കണ്ടോ നിങ്ങൾ, അവർ കുറച്ചധികം മീനുകൾ കുഞ്ഞു മീനുകളുള്ള ഏരിയയിൽ ഇങ്ങനെ കിളികളുണ്ടാവും. അപ്പം മേ ബി ആ ഒരു കിളികളുള്ള ഭാഗത്തേക്ക് തന്നെയാണ് നമുക്കൊരു അടയാളം ഉള്ളത്. ആ ഭാഗത്ത് ഏകദേശം പൊങ്ങാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത്. കാരണം അവിടെ ചെറിയ മീനുകളുണ്ട്. ചെറിയ മീനുകളുണ്ടെങ്കിൽ ഇവൻ എന്തായാലും അതിന് കഴിക്കാനായിട്ട് വരും. ഇത് 2 ആൾക്കാരുണ്ട് ഇവിടെ. അപ്പോൾ ഒരെണ്ണം അവിടെയും ഒരെണ്ണം ഇവിടെയും, അങ്ങനെ 2 പേരായിട്ടാണ് ഇവിടെ ഉള്ളത്. അതാണ്
നമുക്ക് അതോ ഒരാൾ അവിടെ അങ്ങ് ദൂരെയായിട്ട് പോന്നിട്ടുണ്ട്. അതാണ് നമുക്ക് രണ്ട് സ്ഥലത്തും കാണുന്നത്, അല്ലാണ്ട് ഒരാൾ അത്രയും ദൂരം ട്രാവൽ ചെയ്തതല്ല കേട്ടാ. അവനാണ് കേട്ടാ. ഇറ്റ്സ് നമ്മൾ ആദ്യം കണ്ടതിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇവൻ കുറച്ചും കൂടി ചെറുതാണെന്നാണ് പറയുന്നത്. ശരിക്കുണ്ടല്ലോ ഇതിനെ ഇങ്ങനെ ചേസ് ചെയ്ത് പിടിച്ച് കണ്ടുപോയി, ശരിക്കുണ്ടല്ലോ ഇങ്ങനെ ചേസ് ചെയ്ത് പിടിച്ച് അത് കഴിഞ്ഞിട്ട് പോയി ഇവനെ കാണുന്ന ഒരു രസമുള്ള പരിപാടിയാണ്. കാരണം ഇവൻ മുങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തത് എവിടെയാണ് പൊങ്ങുന്നതെന്നുള്ള ഐഡിയ നമുക്കില്ല. അന്നേരം പിന്നെ നമ്മളിങ്ങനെ നോക്കി ചുറ്റും നോക്കി ഇങ്ങനെ ഇരുന്നിട്ട് ഏതെങ്കിലും ഒരു സ്ഥലത്തുനിന്ന് അവൻ്റെ ആ ഒരു ശ്വാസം മേലോട്ടേക്ക് വരുമ്പോൾ ആ ഒരു വെള്ളം തള്ളുന്ന കാണുമ്പോൾ പിന്നെ ഒരു ഓട്ടമാണ് നമ്മളെ അങ്ങോട്ടേക്ക് എത്താനായിട്ട്. അതൊരു ഭയങ്കര രസമുള്ളൊരു പരിപാടിയാണ് കേട്ടോ. ഇപ്പം നമ്മൾ അവൻ്റെ കുറേ അധികം അടുത്തെത്തിയിട്ടുണ്ട്. ഇത് പെരുസാ ചിന്നതാ. In that side water will come, more water will come. എന്തായാലും ഉണ്ടല്ലോ നമ്മളുടെ ഇന്നത്തെ ദിവസം നമ്മൾ 2 വെയിലിനെ കണ്ടു, അതും പലപ്പോഴായിട്ട് കണ്ടു. സന്തോഷമായി, ഹാപ്പി ആയി കേട്ടോ. അപ്പം ആ ഒരു സന്തോഷത്തിൽ നമ്മൾ ഇനിയിപ്പോൾ തിരിച്ച് നമ്മളുടെ കരയിലേക്ക് പോവുകയാണ്. എങ്ങനെയുണ്ടായിരുന്നു നമ്മളുടെ വെയിലിൻ്റെ കാഴ്ച? കുറച്ചധികം നല്ല നോയ്സാണ്. നോയ്സ് എന്ന് പറഞ്ഞാൽ നോയ്സിൻ്റെ അങ്ങേയറ്റമാണ്. പക്ഷേങ്കിൽ നമ്മൾ ആ ഒരു മൈക്ക് യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് എനിക്ക് അത്രയെങ്കിലും ക്ലിയർ ആയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റി. എന്നാൽ ആ ഒരു ചാടുന്നതിൻ്റെ ഒക്കെ നല്ല രീതിക്ക് ഉണ്ടെന്ന് എനിക്ക് അറിയാം കേട്ടോ. ക്ഷമിക്കുക നിങ്ങൾ, ഇതിനൊക്കെ ഒരു പരിമിതി ഉണ്ടെന്നേ. നമ്മൾ സിനിമയിലൊക്കെയാണ് ഡബൊക്കെ ചെയ്ത് കയറ്റാം, ഇതങ്ങനല്ലല്ലോ. ലൈവാണ്, ലൈവ് ദ റിയാലിറ്റി. തിരിച്ചുള്ള യാത്രയിലുണ്ടല്ലോ നമ്മൾ ജസ്റ്റ് വേറൊരു ഡീവിയേഷൻ എടുത്താണ് വന്നത്. ഇവിടെ എത്തുമ്പോഴത്തേക്കേ ഈ സൈഡിൽ കണ്ടങ്ങൾ കടലിൻ്റെ ആ ഒരു കളർ വ്യത്യാസം. ശരിക്കും ഇവർ ഈ ഒരു സ്നോർക്കലിംഗ് ഒക്കെ ചെയ്യുന്നില്ലേ, ആ ഒരു ഭാഗമല്ലാതെ ഈ ഒരു ഇവിടെയാണ്. ഇവിടെ ശരിക്കും കുറേ അധികം നമ്മളുടെ ഇതൊക്കെയുണ്ട്, മീനുകൾ, വെറൈറ്റി കൈൻഡ് ഓഫ് മീനുകൾ, അതുപോലെ തന്നെ പവിഴപ്പുറ്റുകൾ, അങ്ങനെയുള്ള സാധനങ്ങൾ. ശരിക്കും തൊട്ടപ്പുറയായിട്ട് ആ ഒരു ഭാഗം ഉണ്ടെങ്കിൽ അതിനോട് ചേർന്നിട്ട് കാടാണ്. പിന്നെ അവിടെ ഇതാണ് ചെറിയൊരു ബീച്ച്. ഇതുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ബീച്ചൊക്കെ കാണാൻ പറ്റും കേട്ടോ. ഇത് നല്ല കളർ നല്ലോണം മാറിയ നമ്മൾ ഈ ലക്ഷദ്വീപിലൊക്കെ കാണുന്നത്, ലക്ഷദ്വീപ് വീഡിയോകളിലൊക്കെ എടുക്കുള്ളൂ, ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. ആ കളറുള്ള കടല്, ഒരു നീലയും പച്ചയൊക്കെ ചേർന്നിട്ടുള്ള കളറ്. ശരിക്കും അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു ലൈന് പോലെ വരുന്നുണ്ട്. ആ ഒരു ലൈൻ വിട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പാടെ ഡീപ് സീ. അത് നല്ല ആഴമുള്ള, അത് ശരിക്കും നമുക്ക് അതിൻ്റെ കളർ വ്യത്യാസത്തിൽ നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് നമ്മൾ കളർ മാറുന്നുണ്ടെങ്കിൽ ആ ഒരു പോർഷൻ അതിങ്ങനെ നമുക്ക് മനസ്സിലാവും, കളർ മാറുന്നുണ്ട്. ഇവിടെ ഒരു കളറാണ്, ഈ ഒരു ഭാഗത്ത് വേറൊരു കളറാണ് കടലിന്. ഓ അബ്ഡിയാ. അതായത് ഇവിടം വരെ നേരെ ലെവലിൽ ഇങ്ങനെ വന്നിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് കടലങ്ങോട്ട് മറിയണം. മറിയാൻ മീൻസ് വലിയ കൊക്ക പോലെയാണ് താഴോട്ടേക്ക്. സോ വലിയ ആഴമാണ് കേട്ടോ അങ്ങോട്ടേക്ക്. അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു കളർ വ്യത്യാസം തിരിയുന്നത്. ശരിക്കും ഞാനും കേട്ടിട്ടുണ്ട് ലക്ഷദ്വീപിൽ അങ്ങനെ ഒരു ഏരിയകളുണ്ട്, മീൻ പിടിക്കുന്നതൊക്കെ ആണെങ്കിലും ആ ഒരു ചെറിയ നീന്തേണ്ട ഭാഗം, അതിന് ശേഷം അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള ആഴമുള്ള കളറും കടലും കൂടി വരുന്ന ഭാഗം ഉണ്ട് എന്നുള്ളത്. ശരിക്കും നമ്മളത് ആ ഒരു ലൈനിൽ നിൽക്കുകയാണ്. ഇപ്പോൾ ഇതാ അതിൻ്റെ രണ്ടിൻ്റെ ഇവിടെ ഒരു കളർ, അതിൻ്റെ അപ്പുറത്തേക്ക് വേറൊരു ഇത്. ശരിക്കും നമ്മളുടെ ഈ ഒരു നാട്ടിലൊക്കെ കാണുന്ന പോലത്തെ, അതായത് കരപ്രദേശത്ത് കാണുന്ന പോലത്തെ മലകളും കുന്നുകളും ഉയർന്ന പ്രദേശം താഴ്ന്ന പ്രദേശം ഒക്കെ നമ്മളുടെ ഈ ഒരു കടലിലും ഉണ്ടാവുമല്ലോ. അപ്പം അതിൻ്റെ ഭാഗമാണ് ഇതും. നൈസ്. നമ്മൾ തിരിച്ചു വരുമ്പോൾ ഉണ്ടല്ലോ ആ ഒരു ക്ലിഫ് ഏരിയനെ ഇതിനിങ്ങനെ ചുറ്റിയിട്ടാണ് വരുന്നത്. അതിൻ്റെ മേലെ ഉണ്ടല്ലോ ഒരു അമ്പലവും അതുപോലെ തന്നെ അവിടെ ഒരു വ്യൂ പോയിന്റ് ഒക്കെ ഉണ്ട്. അവിടെ നിന്ന് ആളുകൾ കടലിൻ്റെ കാഴ്ചയൊക്കെ കാണുന്നത് നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണാൻ പറ്റും കേട്ടോ. കണ്ടങ്ങൾ നമ്മൾ ശരിക്കും ആ ഒരു പാറയുടെ താഴേക്ക് വന്നേ. കുത്തനാണ്, 90 ഡിഗ്രി ചെരിവിലാണ് ഈ ഒരു പാറ ഇങ്ങനെ നിൽക്കുന്നത്. ഇത് ഇവിടെ ഉണ്ടല്ലോ മീൻ പിടിക്കുന്ന ആളുകളുണ്ട്. ഇതുകൊണ്ടോ ഈ ഒരു കല്ലിൻ്റെ ഇടയിൽ നിന്നൊക്കെയുള്ള ഫിഷിങ്. ഇത് എന്ത് ഫിഷിംഗ് ആണ് ഇതിന് പറയുന്നത്? ഈ ഒരു പോർഷനിൽ നിങ്ങൾ കണ്ടോ, ഇവിടെ വന്നിട്ട് ഈ ഒരു റോക്കിന് വലിയൊരു വിടവുണ്ട്. അതിൻ്റെ ഉള്ളിൽ കൂടി കടൽ കയറി കിടപ്പുണ്ട് കേട്ടോ. ഓ മൈ ഗോഡ്, നോക്കി ചെറിയൊരു പോർഷനാണ്.
നമ്മളെ നേരത്തെ ആ നീല കളറുള്ള അത് കണ്ടില്ല, അതിനോട് ചേർന്നിട്ടുള്ള ഒരു ബീച്ച് ഭാഗം കണ്ടില്ലായിരുന്നോ? അതിൻ്റെയൊക്കെ സൈഡുകളിലുള്ള കല്ലെന്ന് പറയുന്ന മാർബിൾസ് ആണ് കേട്ടോ. അപ്പോൾ അതിനോട് തൊട്ട് ചേർന്ന് തന്നെ മാർബിൾ ബീച്ച് എന്ന് പറയുന്നൊരു ബീച്ച് ഏരിയ ഇവിടെയുണ്ട്. അപ്പോൾ ഭയങ്കര ഭംഗിയുള്ളൊരു സ്ഥലമാണ്. ഈ ബീച്ചുകൾക്കും ഭംഗിക്കൊന്നും ഒട്ടും കുറവില്ല കേട്ടോ. ഓക്കെ, എന്നാ ഒരു ഭംഗിയുള്ള ബീച്ചുകളാണ്. തിരിച്ച് നമ്മളുടെ ട്രിങ്കോ ബീച്ചിലേക്ക് എത്തി. ട്രിങ്കോമാലി എന്താ മുഴുവൻ ബീച്ച് ഏരിയയാണ്. ഇതാ നമ്മളുടെ ബ്ലൂ വാട്ടർ സ്പോർട്സിൻ്റെ ആ ഒരു ബീച്ച്, അവരുടെ ബീച്ച് സൈഡിലേക്ക് എത്തിയ. ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് നമ്മളിങ്ങനെ കൊത്തി കയറ്റും കേട്ടോ. നല്ല രസമാണ് ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട്. ഇതുണ്ടല്ലോ ശരിക്കും കടലിൽ പോയിട്ട് തിരിച്ചു വരുമ്പോഴുള്ള ഏറ്റവും അവസാനത്തെ ഒരു ക്ലൈമാക്സ് പരിപാടിയാണ്. എക്സൈറ്റിങ്, വെരി വെരി എക്സൈറ്റിങ്. ആ തിര നമുക്ക് കിട്ടണം. അതിൻ്റെ ഒരു പൊങ്ങിയ ഒരു തിര കിട്ടിക്കഴിയുമ്പോൾ ആ തിരേൻ്റെ കൂടെയാണ് നമ്മൾ കടലിലോട്ട് കയറുക. കടലിൽ നിന്ന് കരയിലോട്ട് കയറുക. നമ്മൾ കയറുകയാണ് സുഹൃത്തുക്കളെ. ഇതാ ഇടിച്ച് പൊങ്ങി. താങ്ക് യു സോ മച്ച്. തിരിച്ചു മടക്കം വളരെയധികം സന്തോഷത്തോടെ, അതുപോലെ തന്നെ എക്സൈറ്റിങ്ങുമായിട്ടാണ് കേട്ടോ. നമ്മളിവിടെ റിട്ടേൺ തിരിച്ച് വന്നപ്പോൾ ഉണ്ടല്ലോ, ഇവരിവിടെ ഡൈവിംഗ് കോഴ്സ്, യു ആർ ടേക്കിംഗ് ദ ഡൈവിംഗ് കോഴ്സ് റൈറ്റ്? ഓക്കെ, സോ ആഫ്റ്റർ ദിസ് യു വിൽ ഗെറ്റ് വൺ ഇൻ്റർനാഷണൽ ഡൈവിംഗ് ലൈസൻസ് റൈറ്റ്? ഓക്കെ, വെർ യു കമ്മിങ്? England. Your good name? My name. Your name? Mia. Nice to meet you, Mia, and all the very best. Thank you. മിയ ഇപ്പോൾ ഉണ്ടല്ലോ ഇവിടെ നിന്ന് അതിൻ്റെ ആ ഒരു ഇതെടുക്കുകയാണ്. ശരിക്കും ഉണ്ടല്ലോ ഒരു 4 ദിവസത്തെ കോഴ്സാണ്. അതിനുശേഷം ഇവർക്ക് ഇൻ്റർനാഷണൽ ലൈസൻസ് കിട്ടും അതിന് വേണ്ടിയിട്ടുള്ളത്, അതായത് ഡൈവ് ചെയ്യാനുള്ളത്. ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഡൈവ് ചെയ്യാൻ വേണ്ടി ലൈസൻസ് ഒക്കെ വേണ്ടി വരുമല്ലോ. അപ്പോൾ അതിനുള്ള 4 days. ഓക്കെ, ബൈ ബൈ, സീ യു. അപ്പോൾ അതിൻ്റെ ഉള്ള കോഴ്സും അങ്ങനെയുള്ള കോഴ്സ് ഇവരിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ആണോ, മലയാളം അറിയാമോ? ഓക്കെ, മൊത്തം സംസാരിക്കാം. 4 നാൾ ട്രെയിനിങ് ആണ്. 4 നാൾ ട്രെയിനിങ്ങിൽ ഞങ്ങൾ എങ്ങനെ സ്വിമ്മിങ് ചെയ്തെന്ന് മൊത്തം പഠിപ്പിക്കും. പഠിപ്പിച്ച് ഇത് BCD ആണ്, ഇത് റെഗുലേറ്റർ ആണ്, ഇത് ടാങ്ക്. മൊത്തം ഫിക്സ് പഠിപ്പിച്ചു കൊടുക്കും. കൊടുത്ത പിന്നെ കടകളിൽ കൊണ്ടുപോയി അവിടെ മൊത്തം ട്രെയിനിങ് എടുക്കും. എപ്പടി ഡൈവിംഗ് പண்றது, അതിൽ വന്നിട്ട് ഏതെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എപ്പടി അതിലിருந்து എസ്കേപ്പ് ആകും, അത് മൊത്തം പഠിപ്പിച്ചു കൊടുത്ത് അப்புறம் അത് ആളെ കടലിൽ കൊണ്ടുപോകും. ആഴത്തിൽ കൊണ്ടുപോയി ഇവിടെ കൊടുത്ത ട്രെയിനിങ് മൊത്തം അവിടെയും കൊടുക്കും. കടലിൽ 4 നാൾ ട്രെയിനിങ് കോഴ്സ് ചെയ്ത പാട് ആൾക്കാർ പാകം അവിടെ ബോയൻസി എങ്ങനെയാണ് അത് മൊത്തം പഠിപ്പിച്ചു കൊടുക്കും. പിന്നെ ഒരാള് ഇൻസ്ട്രക്ടർ അല്ലാതെ 2 പേര് പോകുന്നതിന് ലൈസൻസ് 18 മീറ്റർ ഫസ്റ്റ് ലൈസൻസ് നിങ്ങൾക്ക് റിസീവ് ആകും. 18 മീറ്റർ എന്തായിരുന്നു? ലോറൻസോ. ഓക്കെ, താങ്ക് യു. നല്ല വെരി ഗുഡ് ഇൻഫർമേഷൻ. ഫസ്റ്റ് ടൈം ഐ ആം ഹിയറിംഗ് അബൌട്ട് ദിസ് ഇൻ്റർനാഷണൽ ലൈസൻസ് ആൻഡ് ഓൾ. ഓക്കെ, ഓൾ ദ വെരി பெஸ்ட் அகைன். பை பை, அப்புறம் பார்க்கலாம். யாரெல்லாம் காண்டாக்ட் பண்ணாலும் நல்ல സർവീസ് കൊടുക്കുക. ഓക്കെ, ബൈ, താങ്ക് യു. അപ്പോൾ നമുക്ക് ഇനിയിപ്പം നടക്കാം മുമ്പോട്ടേക്ക്. പിന്നെ ഉണ്ടല്ലോ ഇവിടെ ശ്രീലങ്കയിൽ ഇപ്പം നിങ്ങൾ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ശ്രീലങ്ക പാക്കേജ് കാര്യങ്ങളൊക്കെ ഇവരും ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ നിങ്ങൾ ഇവിടെ വന്നിട്ട് അതായത് ഇപ്പോൾ നിങ്ങൾ ഷിപ്പിൽ വന്നിട്ട് ആ ഷിപ്പിൽ നിന്നും പിക്ക് ചെയ്ത് ശ്രീലങ്ക മൊത്തം കവർ ചെയ്ത് തിരിച്ച് വരുന്ന അങ്ങനെ ഗ്രൂപ്പ് പാക്കേജുകൾ, അങ്ങനെ ഗ്രൂപ്പ് ടൂറൊക്കെ പ്ലാൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി, നമുക്ക് കാര്യങ്ങളൊക്കെ സെറ്റാക്കി തരാം. എന്തായാലും നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ആളുകളെ കണ്ടുപിടിച്ചിട്ട് നിങ്ങളെ ആ കാര്യങ്ങൾ ഏൽപ്പിക്കാം എന്നാണ് ഞാൻ വിചാരിച്ചത്. എന്തായാലും അങ്ങനെ ഒരാളെ എനിക്കിവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ വെയിൽ വാച്ചിങ്ങിന് 10,000 രൂപയാണ് നോർമലി ഒരാളുടെ എന്ന് പറയുന്നത്. 10,000 രൂപ ഡിവൈഡ് ബൈ 3.3 വെച്ചിട്ട് നമ്മുടെ ഇന്ത്യൻ പൈസ നോക്കണം കേട്ടോ. ഒരു 2000 സംതിങ് രൂപ റേറ്റ് വരും. അതിപ്പോൾ ആൾക്കാർ വലിയ ഗ്രൂപ്പായിട്ടാണ് ആളുകൾ കൂടുവാണെങ്കിൽ അതിൻ്റെ അകത്ത് റേറ്റ് അത് റേറ്റ് കുറയും. ഇതിപ്പോൾ ഒരാളായിട്ട് പോവുകയാണെങ്കിലാണ് അങ്ങനെ വരുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ഇവിടെ നിന്നും ഇവിടെ അടുത്തുള്ള വേറൊരു ബീച്ചിൽ പോയി അവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു വെയിൽ വാച്ചിങ്ങിന്. എന്നോട് അത്രയും പറഞ്ഞറിയുമോ 25,000 രൂപയാണ് അവരെന്നോട് പറഞ്ഞത് വൃത്തിയിട്ടാൽ. അതുകൂടെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആ ജർമ്മൻ അപ്പൂപ്പനില്ലേ, അപ്പോൾ അവരോട് പറഞ്ഞു നിങ്ങൾ നാളെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കൊണ്ടുപോകാൻ ഇന്ന് നിങ്ങളെ ഇത് കാണിക്കാൻ പറ്റിയില്ല, കാരണം ആ പുള്ളിക്കാരിക്ക് ക്ഷീണിച്ചു പോയി. അതുകൊണ്ടാണ് അവരോട് ബൈ ഒക്കെ പറഞ്ഞതാ. ഞാൻ നേരെ നമ്മളുടെ ട്രിങ്കോമാലി ബീച്ചിൻ്റെ സൈഡിൽ കൂടി നമ്മളുടെ ഹോട്ടലിലേക്ക് നടക്കുകയാണ്. രാവിലത്തെ ഫുഡൊന്നും കഴിച്ചില്ല. വേറൊരു ഉണ്ടല്ലോ
സർപ്രൈസിങ് ആയിട്ടുള്ളൊരു കാര്യം പറയാനുണ്ട്. ഒരു ബിഗ് ഓപ്പർച്യൂണിറ്റിയാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്. അതായത് ഈ ഡൈവിംഗ് ഇല്ലേ, ഈ ഡൈവിങ് എനിക്കും പഠിപ്പിച്ച് തരാമെന്ന് അദ്ദേഹം പറഞ്ഞു കേട്ടോ. അപ്പം ചെല്ലുവാണെങ്കിൽ അതെങ്ങനെ, അതിൻ്റെ ഒരു ബേസിക് എങ്ങനെയാണെന്നുള്ളത്, ലൈസൻസിന് വേണ്ടിയുള്ളതല്ല, ബേസിക്. എന്നാലും എനിക്ക് നീന്താൻ പറ്റും, കടലൊക്കെ പോയി നീന്താനൊക്കെ പറ്റും. അപ്പം അതെങ്ങനെയാണെന്നുള്ളതൊന്ന് പഠിപ്പിച്ച് തരാമെന്ന് പറഞ്ഞു. അപ്പം അഗെയിൻ സൂപ്പർ എക്സൈറ്റഡ് ആണ് കേട്ടോ. നമുക്ക് എങ്ങനെ ശ്രീലങ്ക നമുക്ക് എന്തൊക്കെയാണ് തരുന്നതെന്നുള്ളത്. ഞാനൊരു ഡൈവറായി മാറാൻ, ഡ്രൈവറും പോട്ടെ, ഞാനൊരു ഡൈവറായി മാറാൻ പോവുകയാണ് കേട്ടോ. എന്തായാലും സോ ഹാപ്പി. അപ്പോൾ നമുക്ക് ഇനിയിപ്പം അവിടെ പോകണം, അതിൻ്റെ ബേസിക്കുകളൊക്കെ പഠിക്കണം. എന്നിട്ട് അവരുടെ ഒക്കെ കൂടെ നമുക്ക് ഒരുമിച്ച് നീന്താനായിട്ട് പോകണം. പറ്റിയ തിമിംഗലത്തിൻ്റെ കൂടെ നീന്തുകയും വേണം കേട്ടോ. വീഡിയോയ്ക്ക് ഒരു ലൈക്ക് മറക്കല്ലേ.